വള്ളത്തോളം എങ്ങനെയായിരുന്നു ഈ കലാമണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ ഇടപെട്ടിരുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹം വൈകുന്നേരം ഈ ക്ലാസ് കാണാനൊക്കെ വരും. കളരികളിലൊക്കെ അതെ അതെ, അത് നടത്തം അതിന്റെ കൂട്ടത്തിൽ കഴിയും. ആ നടക്കൽ കലാമണ്ഡലിക്കാണ്. അങ്ങനെ കലാമണ്ഡലത്തിൽ വരുമ്പോൾ അവിടെ ചൊല്ലിയാട്ടം നടക്കുന്നുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നുണ്ടാവും. അത് കാണും. അത് കുറെ കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും വീട്ടിലേക്ക്. അതായത് സഹായത്തിനെന്നാണ് പേര്, അങ്ങനെയല്ല. ഇപ്പൊ സ്നേഹത്തിന്റെ പേരിലാണ്. ഇപ്പൊ എനിക്ക് എന്നോട് ഇഷ്ടം കൂടുതലാന്ന് പറഞ്ഞിട്ടല്ല, കൊണ്ടുപോകും. അപ്പൊ എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ ഒന്നുകൂടി കൈ പിടിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുവട്ടിൽ കൈയിടും. അങ്ങനെ വീട്ടിലെത്തുന്നവരെ സ്വന്തം മക്കളോട് പേരക്കുട്ടികളോട് പെരുമാറുന്ന ചായാലിനെ നല്ല സ്നേഹമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ സംസാരിക്കാറുണ്ടോ എന്തെങ്കിലും? അല്ല, പഠിക്കേണ്ട കാര്യത്തിൽ തന്നെയുള്ളൂ. പഠിക്കേണ്ട കാര്യം ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്, ഈ ജനറലായിട്ട് ഒരു വിദ്യാഭ്യാസ ക്ലാസ്. അതിൽ സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എത്രണ്ടോ ആയി എന്നുള്ളതൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരു മാസിക തരലുണ്ട്. അവിടെ ചെന്നാൽ തരും. അതിപ്പോൾ നമുക്ക് അറിയില്ല, അതിൻ്റെ അത്രയ്ക്കൊന്നും ആയിട്ടുമില്ല. അപ്പോൾ എന്നിട്ട് കുറേ ചീത്തയും പറയും. അതായത് മന്ദനായിട്ട് ഇങ്ങനെ നിന്നാൽ പോരാ, പഠിച്ചുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ചീത്തയും പറയും. പക്ഷേ അവിടെ ചെന്നാൽ ചെല്ലണതിൻ്റെ രണ്ട് കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്, തോന്നിയിട്ടുള്ളത്. കലാമണ്ഡലത്തിൽ ഈ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഇടനേരൊരു ചായ ഉണ്ട്. അതായത് കളരി തുടങ്ങുന്നതിൻ്റെ മുമ്പ്. ഇതല്ലാണ്ട് വേറൊന്നുമില്ല. രാവിലെ കഞ്ഞിയാണ്, ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ്, ഇടനേരമുള്ളൊരു ചായ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ വൈകുന്നേരം ഈ കളരിയിലത്തെ ചൊല്ലിയാട്ടം കഴിഞ്ഞാൽ, പഠിക്കലൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ അവിടെ ഉണ്ടാവും. അതിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്, അതായത് ഞങ്ങൾ മുത്തശ്ശി എന്നാണ് പറയുക. അപ്പോൾ അവർ അകത്തേക്ക്, അപ്പോൾ ഈ വാസന്തി ഓപ്പൾ അവരൊക്കെ ഉണ്ട്, ഇത് ഓപ്പണന്മാരൊക്കെ, അവരൊക്കെ അകത്തേക്ക് വിളിക്കും. അകത്തേക്ക് അടുക്കളയിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണം തരും. ഈ ഭക്ഷണം കഴിപ്പിക്കലും കൂടിയും ഒരു പ്രധാന ഉദ്യോഗമായിട്ടാണ് ഇപ്പോൾ മഹാകവി അന്ന് കുട്ടികളെ വെച്ച നില, കുട്ടി എന്നുള്ള നിലയ്ക്ക് അതും കൂടിയും ഈ കൂട്ടത്തിലാണ് കഴിയും. അപ്പോൾ ആ വിശപ്പ് തീരുമല്ലോ. ഇതുകൊണ്ട് അതിൻ്റെ കാര്യം അദ്ദേഹത്തിന് നടത്തുമായി, അതിന് കൂട്ടത്തിൽ കൊണ്ടുപോകാന്നുള്ള പേരുമായി, പിന്നെ കൊണ്ടുചെന്നാൽ ആ കുട്ടി ഞാൻ എന്നുള്ള നിലയ്ക്ക് ഭക്ഷണവുമായി, എല്ലാ കാര്യത്തിനും പ്രത്യേക സന്തോഷമായി എന്നർത്ഥം. ചെറുപ്പത്തിലൊരു വലിയ സ്വാധീനമായിരുന്നു. ഭയങ്കര സ്വാധീനമായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹം മരിക്കുന്നവരെയും വലിയ വലിയ കാര്യം തന്നെ ഇഷ്ടമായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം ഭയങ്കരമായിരുന്നു. അത് അല്ല അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല സ്നേഹമായിരുന്നു.